അതെ, ഇങ്ങനെ അങ്ങ് പോയാലോ. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ. ഞാനൊരു കാര്യം ആദ്യമേ പറയട്ടെ. നിങ്ങൾ ഈ കണ്ട വീഡിയോയിലുള്ള കുട്ടി ഈ ഒരു മേക്കപ്പ് റിയൽ ബ്രൈഡ് അല്ല. ഇത് നമ്മൾ ട്രയൽ കൊടുത്ത ഒരു മേക്കപ്പാണ്. നിങ്ങൾ ഇനി ഒരു ഫ്യൂച്ചർ ബ്രൈഡ് ആകാൻ പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ മേക്കപ്പിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഈ ഒരു വീഡിയോ ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇന്ന് നമ്മൾ കാണാനായിട്ട് എറണാകുളത്ത് നിന്ന് നമ്മുടെ വീട്ടിലേക്ക് വന്നതാണ് മഞ്ജുഷയുടെ അനിയത്തി മനീഷയും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. മഞ്ജുഷയുടെ മാരേജിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിരിക്കുന്നത് നവംബർ 15-നാണ്. അപ്പോൾ ഒരുപാട് നേരത്തെയാണ് നമ്മളെ ബുക്ക് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ മേക്കപ്പിനെ കുറിച്ചുള്ള ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മുടെ അടുത്തേക്ക് മഞ്ജുഷ വന്നിട്ടുള്ളത് കേട്ടോ. ഞാൻ ബ്രൈഡൽ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം 1.5 ഇയർ ആയിട്ടുണ്ട്. ഈ ഒരു കാലത്തിൻ്റെ ഇടയ്ക്ക് ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ്, നമ്മളെ ബ്രൈഡൽ മേക്കപ്പിനാണെങ്കിലും പാർട്ടി മേക്കപ്പിനാണെങ്കിലും ഇപ്പം ഏത് ടൈപ്പ് ഓഫ് മേക്ക് ഓവറിനാണെങ്കിലും നമ്മളെ അപ്രോച്ച് ചെയ്യുന്ന ക്ലയൻസിൽ 99% പേരും അവര് പല തരത്തിലുള്ള കൺസേൺസ് ഉള്ളവരായിരിക്കും. മിക്ക ബ്രൈഡ്സും ആദ്യമായിട്ട് മേക്കപ്പ് ചെയ്യുന്നത് അവരുടെ ഏതെങ്കിലും ഫങ്ഷൻ, അതായത് പാർട്ടി മേക്കപ്പോ അല്ലെങ്കിൽ എൻഗേജ്മെന്റ് മേക്കപ്പോ അങ്ങനെയുള്ള വെഡ്ഡിങ് ഓർ പ്രീ വെഡ്ഡിങ് ആയിട്ടുള്ള ഏതെങ്കിലും മേക്കപ്പുകൾക്കായിരിക്കും മേക്കപ്പ് ആർട്സിനെയൊക്കെ വെച്ച് അവർ മേക്കപ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ മേക്കപ്പ് ആർട്സിന്റെ എമൗണ്ട് ഒക്കെ പേ ചെയ്ത് ചെയ്യുന്ന മേക്കപ്പ് അവർക്ക് സ്യൂട്ടായില്ല എന്നുണ്ടെങ്കിൽ അവരുടെ മാനസികാവസ്ഥ നോർമലായിട്ടും ഭയങ്കര ടെൻഷൻ ഉള്ളതായിരിക്കും. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഭയങ്കര കൺസേൺ ആയിട്ടുള്ള, ഭയങ്കര ടെൻഷനൊക്കെ അടിച്ച് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള പല ബ്രൈഡ്സിനും ഇതുപോലെ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിരിക്കും. ലൈക്ക് അവരുടെ സ്കിൻ ടോൺ പോലെ അല്ലായിരിക്കും അവർക്ക് മേക്കപ്പ് കിട്ടിയിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലർക്കും പാച്ചസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ കേക്കിനെസ് വന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് എണ്ണ പൊടിയുന്ന ഫീല് വന്നിട്ടുണ്ടാവും. സോ ഇങ്ങനെ പല കാര്യങ്ങളാണ് അവർ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ അപ്പോൾ ഇങ്ങനെയുള്ള ബ്രൈഡ്സിനെ ഞാൻ പ്രത്യേകമായിട്ട് ട്രയൽ മേക്കപ്പ് ചെയ്യാനായിട്ട് ഇൻവൈറ്റ് ചെയ്യാറുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ബ്രൈഡൽ മേക്കപ്പ് ജസ്റ്റ് ഒന്ന് റീക്രിയേറ്റ് ചെയ്ത് കാണിക്കും. ഇതിന് നമുക്ക് ഒരുപാട് പരിമിതികളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അവർക്ക് അവരുടെ സ്കിൻ ടോൺ ആണോ, എന്താണ് അവരുടെ നീഡ് എന്നതിനനുസരിച്ച് നമ്മൾ ഒരു ട്രയൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. 95% ഓഫ് ബ്രൈഡ്സിനും അവരുടെ സ്കിൻ ടോൺ തന്നെയാണ് മെയിനായിട്ട് കൺസേൺ ആയിട്ട് വരുന്നത്. ഇപ്പൊ നമ്മുടെ ബ്രൈഡ് മഞ്ജുഷയ്ക്ക് പണ്ടൊരിക്കൽ ചെയ്ത പാർട്ടി മേക്കപ്പ് ആണ് ഫേസിന് സ്യൂട്ട് ആവാണ്ടിരുന്നത്. അന്ന് അവർക്ക് അത് ഭയങ്കര സ്റ്റിക്കി ആയി ഫീൽ ചെയ്യുകയും പാച്ചസ് വരികയും അതുപോലെ സ്കിൻ ടോൺ മാറി നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഈ ഒരു കസിന്റെ കല്യാണത്തിന് ഡാൻസിനും മറ്റു കാര്യങ്ങൾക്കും ഉണ്ടായിരുന്ന മഞ്ജുഷ ഒരു പാർട്ടി മേക്കപ്പ് ചെയ്തു. ആ ഒരു പാർട്ടി മേക്കപ്പ് ഫേസിന് ഒട്ടും സ്യൂട്ടല്ലായിരുന്നു. അത് മഞ്ജുഷയും ചെയ്തു, സിസ്റ്ററും ചെയ്തു. രണ്ടുപേരും അത് പ്രോഗ്രാമിന് മുമ്പ് തന്നെ തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാമിന് പോയിട്ടുണ്ടായിരുന്നത്. സ്കിൻ ടോണിന്റെ കാര്യത്തിൽ കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉള്ളതായിട്ട് മഞ്ജുഷന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ മേക്കപ്പിന്റെ സമയത്താണ് ഈ ഒരു സ്റ്റോറിയൊക്കെ എന്നോട് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മളും മാക്സിമം സ്കിൻ ടോൺ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. സോ അപ്പോൾ നമ്മൾ ട്രയൽ മേക്കപ്പിന് വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അല്ലെങ്കിൽ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ട്രയൽ മേക്കപ്പ് ഒരിക്കലും നിങ്ങളുടെ ബ്രൈഡൽ ലുക്ക്, ഫുൾ ലുക്ക് എങ്ങനെയാണ് എന്ന് ഡിഫൈൻ ചെയ്യുന്ന ഒരു മേക്കപ്പ് അല്ല. കാരണം ഓരോ മേക്കപ്പ് ആർട്ടിസ്റ്റും ഏകദേശം 3.5 hours തൊട്ട് 4 hours ഒക്കെ എടുത്തിട്ടാണ് ഒരു ബ്രൈഡൽ മേക്കപ്പ് ചെയ്യുന്നത്. അതും ആ ഒരു ബ്രൈഡിന്റെ ഡ്രസ്സ്, ഓർണമെന്റ്സ്, ഇതിനൊക്കെ കോംപ്ലിമെന്ററി ആയിട്ടാണ് ആ ഒരു മേക്കപ്പ് വരുന്നത്. അതായത് ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെഡ്ഡിങ് ഡ്രസ്സും ഓർണമെന്റ്സും കൂടി വേണം നമുക്ക് നമ്മുടെ ബ്രൈഡൽ മേക്കപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാനായിട്ട്. പക്ഷെ ഓരോ ബ്രൈഡ്സും ഇത്രയും നേരത്തെ നമ്മുടെ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ ബുക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഡ്രസ്സും ഓർണമെന്റ്സ് ഒന്നും ഫിക്സ് ചെയ്തിട്ട് കൂടി ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്, അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന അല്ലെങ്കിൽ ഒരു പാർട്ടി വെയറോ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഹിന്ദു ബ്രൈഡ് ആണെങ്കിൽ ഒരു ബ്രൈഡൽ സാരിയോ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പാകത്തിന്, അല്ലെങ്കിൽ നമ്മൾ ഡ്രേപ്പ് ചെയ്തില്ലെങ്കിലും മേത്തൊന്ന് വെച്ച് നോക്കാൻ പാകത്തിനെങ്കിലും ഒരു സാരിയോ കാര്യങ്ങളോ അതുപോലെ ഓർണമെന്റ്സ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എടുക്കാനായിട്ട് ഞാൻ പറയാറുണ്ട്.
ഒരിക്കലും നമ്മൾ ഇപ്പൊ ഒരു ജീൻസും ടോപ്പും ഇട്ട് ഇരിക്കുന്ന ഒരു ബ്രൈഡിന്റെ ഫേസിൽ ബ്രൈഡൽ മേക്കപ്പ് നമ്മൾ ചെയ്തു. ഈ ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കുമ്പോൾ തോന്നുന്നത് എന്തോ ഓവറായിട്ട് എൻ്റെ ഫേസിൽ ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് അവർക്കൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. സോ അപ്പൊ ട്രയലിന് വിളിക്കുന്ന ഓരോ ബ്രൈഡ്സിന്റെ അടുത്തും ഞാൻ ഈ ഒരു കാര്യം നിർബന്ധമായിട്ടും പറയാറുണ്ട്. അങ്ങനെ ഇന്ന് മഞ്ജുഷയുടെ ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗോൾഡൻ കളർ സാരിയും കയ്യിലുണ്ടായിരുന്ന ചെറിയ 2 ഓർണമെന്റ്സും ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ ഏകദേശം അതിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഏകദേശം ഒരു ബ്രൈഡൽ ലുക്ക്. പിന്നെ അതുപോലെ ഞാൻ ഹെയർ അവർ കാണിച്ചു തന്നൊരു റെഫറൻസ് തന്നെയാണ് മഞ്ജുഷയ്ക്ക് ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുള്ളത്. അതുപോലെ ഓരോ ബ്രൈഡ്സിനെ കാണുമ്പോൾ അവർ നോട്ട് ചെയ്യാത്ത പല കാര്യങ്ങളും അവരുടെ മേക്കപ്പ് ആർട്സിന് നോട്ട് ചെയ്യാൻ പറ്റും. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഞ്ജുഷയുടെ ഹെയറിന്റെ വോളിയം ഫ്രണ്ട് സൈഡിൽ ഭയങ്കര കുറവായിരുന്നു. അങ്ങനെ വോളിയം കുറവായതുകൊണ്ട് അവർ കാണിച്ചു തന്ന റെഫറൻസിൽ ഹെയറിലെ ലൈൻസ് ഇട്ടിട്ടുള്ള ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈലാണ് അവർ എന്നെ റെഫറൻസ് കാണിച്ചു തന്നത്. പക്ഷെ നമ്മളത് ചെയ്യുമ്പം തീരെ വോളിയം കുറവായതുകൊണ്ട് ഈ ലൈൻസ് ഇറഗുലർ ആയിട്ട് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ ലൈൻസ് എന്നുള്ളത് ഒഴിവാക്കി. അപ്പൊ മറ്റേ രീതിയിൽ വെക്കുന്നത് തന്നെയാണ് ഭംഗി. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിൽ മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ ലെൻസ് അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ലെൻസൊക്കെ ഒന്ന് ഇട്ട് നോക്കുമ്പോൾ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഈ ഫസ്റ്റ് ടൈമിൽ ലെൻസ് വെക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയും നമുക്ക് കുറച്ച് ബെനിഫിറ്റുകളുണ്ട്. ഇപ്പൊ മഞ്ജുഷയുടെ സ്കിന്നിന്റെ കാര്യം പറയുകയാണെങ്കിൽ മഞ്ജുഷ കോമ്പിനേഷൻ സ്കിന്നുള്ള ഒരാളാണ്. ടീ സോണിൽ നല്ല അത്യാവശ്യം നല്ല ഓയിലി സ്കിന്നാണ്, ബാക്കി സ്കിന്ന് നോർമലാണ്. അതുപോലെ അത്യാവശ്യം നന്നായിട്ട് വിയർക്കുന്ന ഒരു സ്കിന്നും കൂടിയാണ് കേട്ടോ മഞ്ജുഷയുടെ. അപ്പൊ നമ്മൾ ഇതിനൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു മേക്കപ്പ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു മേക്കപ്പിൽ എല്ലാ സ്റ്റെപ്സൊന്നും ഇൻക്ലൂഡഡ് അല്ല, ജസ്റ്റ് സ്കിൻ ടോൺ ആണ് ഞാൻ അതിൽ മെയിനായിട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ. അങ്ങനെ നമ്മൾ ഫേസ് ഒക്കെ ഒന്ന് ക്ലെൻസ് ചെയ്തിട്ട് ഫസ്റ്റ് തന്നെ ഐസിൽ ലെൻസ് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ യൂസ് ചെയ്തത് ഓലെൻസിന്റെ വിവി റിംഗ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. പിന്നെ ഐബ്രോസ് ജസ്റ്റ് ഒന്ന് ഫില്ലാക്കുന്നുണ്ട്. PACയുടെ ഐബ്രോ ജെല്ലും അതുപോലെ തന്നെ PACയുടെ ഐബ്രോ പാലറ്റും രണ്ടും യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ഐബ്രോസ് ഫില്ല് ചെയ്തെടുത്തത്. മഞ്ജുഷയ്ക്ക് ലെൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ ലെൻസ് പ്ലേസ് ചെയ്ത സമയത്ത് അവിടെ എയർ ബബിൾസ് വന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഐസ് ക്ലോസ് ചെയ്തിട്ട് റബ്ബ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ ഐസ് ഓപ്പൺ ചെയ്തപ്പോൾ ലെൻസ് അവിടെ കണ്ടില്ല. ലെൻസ് ആക്ച്വലി ഐബോളിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ 2 മിനിറ്റ് ഒന്ന് പാനിക്കായി. പക്ഷെ ഞാൻ ഐസ് ഓപ്പൺ ചെയ്ത് താഴേക്ക് നോക്കാൻ പറഞ്ഞപ്പോൾ നമുക്ക് ലെൻസ് പിന്നും കിട്ടി. അപ്പോൾ അങ്ങനെ ഫസ്റ്റ് ടൈമാണ് എനിക്കൊരു ബ്രൈഡിന് അല്ലെങ്കിൽ ആരെങ്കിലും ചെയ്തിട്ട് അങ്ങനെ ലെൻസ് മുകളിലേക്ക് കയറി പോകുന്നത്. അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് താഴേക്ക് നോക്കാൻ പറഞ്ഞാൽ മതി. അപ്പോൾ ഇതിൽ സ്കിന്നിന്റെ പ്രെപ്പ് കാര്യങ്ങൾ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിന് ഡിസ്കളറേഷൻസ് ഉള്ള ഭാഗങ്ങളിൽ ഞാൻ കൺസീലർ വെച്ച് ഫില്ല് ചെയ്യുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാക്കിന്റെ കൺസീലർ പാലറ്റ് ആണ്. സോ കളർ കറക്റ്റും കൺസീലിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുള്ളത് ഹുദ ബ്യൂട്ടിയും നാഴ്സും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ബ്ലഷ് ഉപയോഗിച്ചിട്ടുള്ളത് റെയർ ബ്യൂട്ടിയുടെയാണ്. ഹെയറിന്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളും നമ്മൾ ആദ്യമേ തന്നെ ചെയ്ത് വെച്ചിരുന്നു. ഇപ്പോൾ ഫേസ് മേക്കപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹെയർ സ്റ്റൈല് ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് വേരിയേഷൻ മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു മാലയാണ് നമ്മളിവിടെ ചുട്ടിയായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ നമ്മൾ സാരി ഇവിടെ ഡ്രേപ്പ് ചെയ്തിട്ടില്ല, സാരി ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും മഞ്ജുഷയ്ക്ക് ഈ ഒരു മേക്കപ്പ് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ എന്തായാലും അറിയിക്കണം കേട്ടോ. എക്സ്പെക്ട് ചെയ്തോ അല്ലെങ്കിൽ ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ എനിക്ക് സ്കിൻ ടോണിന്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. അത് ക്ലാരിഫൈ ആയി. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അടിപൊളി.